ഞാനൊരു കഥ പറയാവേ. ഒരു ദിവസം നരകത്തിൽ ഒരു മീറ്റിംഗ് നടക്കുക. ആ മീറ്റിംഗിൽ ഓരോരുത്തരും അവരവരുടെ ആ മാസത്തെ ടാർഗറ്റ് തികച്ചോ ഇല്ലയോ എന്നുള്ളത് പറയണമായിരുന്നു. ഒരു മാസം ഒരാത്മാവിനെ പൂർണ്ണമായും അവരുടെ കൺട്രോളിലാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ടാർഗറ്റ്. അപ്പൊ ഒരു ഭൂതം മാത്രം ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കുവാണ്. കാരണം ആ ഭൂതത്തിന് ടാർഗറ്റ് നിറയ്ക്കാൻ പറ്റിയില്ല. അപ്പൊ അവരുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഭൂതം അതിനോട് പറഞ്ഞു, ഭൂമി ചെന്ന് ഏതെങ്കിലും ആത്മാവിനെ അവരുടെ കൺട്രോളിലാക്കിയിട്ട് വരണം, ഇല്ലെങ്കിൽ അതിന് അതികഠിനമായ ശിക്ഷ നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിഭൂതം തന്റെ ടാർഗറ്റ് നിറയ്ക്കാനായിട്ട് ഭൂമിയിലേക്ക് പോവാണ്. ഏത് ആത്മാവിനെയാണ് തന്റെ കൺട്രോളിലാക്കുക എന്ന് ഇങ്ങനെ നോക്കി നടക്കുക. അപ്പം ഭൂതം ഒരു യുവതിയെ കണ്ടെത്തി. ആ യുവതിയുടെ പേര് സോനാമഹി എന്നായിരുന്നു. ഇനി നമുക്ക് ആ യുവതിയുടെ ഫ്ലാഷ് ബാക്ക് കഥയിലേക്ക് ഒന്ന് പോവാം. ആ യുവതി സാധാരണ ഒരു വീട്ടിൽ ജനിച്ചൊരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ അവൾക്ക് ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അവൾ അങ്ങ് വളർന്നു. പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് അവൾക്ക് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. സാഹചര്യങ്ങൾ മാത്രമല്ല കേട്ടോ, തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടാനൊന്നും അവൾ തയ്യാറായിരുന്നില്ല. മറ്റുള്ളവരൊക്കെ തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അവൾ ആഗ്രഹിച്ചു. അധികം ബുദ്ധിമുട്ടാതെ കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ളൊരു പോളിസിയായിരുന്നു അവളുടെ. എന്തെങ്കിലും അധ്വാനിക്കുന്നോ വീട്ടുജോലികൾ ചെയ്യുന്നതെന്നോ അവൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ലേ. അവളുടെ വീട്ടുകാരാണ് അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. കാരണം അവളുടെ സ്വന്തം മകളല്ലേ. അങ്ങനെ അവൾക്ക് 20 വയസ്സായപ്പോഴേക്കും അവളുടെ വീട്ടുകാരൊരു യുവാവിനെ കണ്ടെത്തി അവളുടെ വിവാഹം നടത്തി കൊടുത്തു. പക്ഷെ അവൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു ജീവിതമായിരുന്നില്ല അത്. കാരണം അവളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള ഒരാളായിരുന്നില്ല ആ യുവാവ്. അവൾ സ്വപ്നം കണ്ടത് ഒരുപാട് പേരും പ്രശസ്തിയും പണവും ഒക്കെ ഉണ്ടായി ഒരുപാട് ആരാധകർ തന്റെ ചുറ്റും നടക്കുന്ന ഒരു ജീവിതമായിരുന്നു. പക്ഷെ തന്റെ സാഹചര്യങ്ങൾ കൊണ്ട് അവൾക്ക് അതിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. ഒരു സാധാരണക്കാരിയായി അവൾക്ക് അതിനുള്ള സപ്പോർട്ടും ആളും ഒന്നും കൂടെ ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർ കണ്ടുപിടിച്ച ഒരാളെ അവൾ വിവാഹം കഴിച്ചു. പക്ഷെ അവൾക്ക് ആ ജീവിതവുമായി ഒത്തുപോകാൻ പറ്റിയില്ല. അവൾക്ക് ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അവളുടെ സ്വപ്നലോകത്ത് അങ്ങനെ ജീവിച്ചു. ഒരു സാധാരണക്കാരനായ തന്റെ ഭർത്താവിനെ ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സ് തയ്യാറായിരുന്നില്ല. മാത്രമല്ല, അവളുടെ വീട്ടിലെ പോലെ അവൾക്ക് വേണ്ടി ജോലികളൊന്നും ചെയ്തു കൊടുക്കാൻ വിവാഹം ചെയ്ത് ചെന്ന വീട്ടിൽ ആരും ഉണ്ടായിരുന്നുമില്ല. സ്വന്തമായിട്ടൊന്നും അധ്വാനിക്കാനും വീട്ടുജോലികൾ ചെയ്യാനോ ഒന്നും അവൾ തയ്യാറായതുമില്ല. പിന്നീട് അവൾ അവിടെ നിന്ന് ബന്ധം പിരിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. കാരണം ഇത് തന്നെ, അവൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടിൽ വന്നു നിന്ന് അവൾക്ക് സമൂഹത്തിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നു. ഒരു സ്റ്റാർഡം നിറഞ്ഞ ജീവിതം സ്വപ്നം കണ്ട അവൾക്ക് പക്ഷെ തന്റെ സാഹചര്യം അനുസരിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്റെ സ്വപ്നം എത്തിപ്പിടിക്കാനോ ഉള്ള കഴിവുണ്ടായിരുന്നില്ല. പിന്നെ അവൾ കണ്ടുപിടിച്ച മാർഗം പ്രശസ്തനായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കുക എന്നതായിരുന്നു. പക്ഷെ വിവാഹബന്ധം ഏർപ്പെടുത്തി പിരിഞ്ഞു പോകുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആര് തയ്യാറാവും? പ്രശസ്തനായ ഒരാൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. പണവും പ്രശസ്തിയും ഓൾറെഡി ഉള്ള ഒരാൾക്ക് ഇവളെപ്പോലെ ഒരാളെ വിവാഹം കഴിക്കേണ്ട ആവശ്യവുമില്ല. അതിനവൾ മറ്റൊരു മാർഗം കണ്ടെത്തി. ഭാര്യ മരിച്ച ഒരു കുഞ്ഞുള്ള ഒരാളെ കണ്ടെത്തി അയാളുമായി ബന്ധം സ്ഥാപിച്ചു. നിരന്തരമായി ചാറ്റ് ചെയ്തും അയാളെ അവൾ തന്നിലേക്ക് കൂടുതൽ ആകർഷിച്ചു. അയാൾ പക്ഷെ അത്ര നല്ലയാളൊന്നും ആയിരുന്നില്ല കേട്ടോ. അയാൾക്കും മറ്റു പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ഇതിനു മുമ്പ് 2 വിവാഹം കഴിച്ച അയാൾ ഒരു കലാകാരനുമായിരുന്നു. പേര് മഹി. ആദ്യത്തെ വിവാഹത്തിൽ അയാൾക്കൊരു മകനുണ്ടായിരുന്നു. രണ്ടാം ഭാര്യയാണെങ്കിൽ അയാളുടെ സ്വഭാവ ദോഷം കൊണ്ട് അയാളെ ഇട്ടിട്ടും പോയി. പക്ഷെ അയാൾ അയാളുടെ മകനെ അഗാധമായി സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു അമ്മയുടെ സ്നേഹം നൽകാനും അവനെ പരിചരിക്കാനും ഒരാളെ വേണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. ഇതെങ്ങനെയോ മനസ്സിലാക്കിയ സോന തന്ത്രപൂർവ്വം അവനുമായി പ്രണയത്തിലാവുകയും ആ കുഞ്ഞിനെ കൊണ്ട് തന്നെ അമ്മ എന്ന് വിളിപ്പിക്കുകയും ചെയ്തു. ഈ കലാകാരനാണെങ്കിൽ സിനിമകൾ ജൂനിയർ ആർട്ടിസ്റ്റായി ഹാസ്യവേഷങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരും ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് കിട്ടുന്ന പണം മുഴുവൻ അയാൾ കൂട്ടുകാരോടൊത്ത് ചെലവഴിക്കാനും മദ്യപിക്കാനുമായി ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യമായി സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും സോന അവന്റെ പേരും പ്രശസ്തിയും അവനുള്ള ആരാധക വൃന്ദവും കണ്ട് കണ്ണു മഞ്ഞളിച്ചിരിക്കുകയായിരുന്നു. കാര്യമായി സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത ഒരു വിവാഹം ബന്ധം ഏർപ്പെടുത്തി വന്നിരിക്കുന്ന തനിക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു ബന്ധം കിട്ടില്ലെന്ന് സോനയ്ക്ക് അറിയാമായിരുന്നു. മാത്രമല്ല,
അവനെ വിവാഹം കഴിച്ചാൽ താനും പ്രശസ്തയാകുമെന്നും തനിക്കും അവസരങ്ങൾ ലഭിക്കുമെന്നും സോന വിശ്വസിച്ചു. മാത്രമല്ല അയാൾക്ക് ഒരുപാട് പണം അയാളുടെ ജോലിയിൽ നിന്ന് ലഭിച്ചിരുന്നു. ആ പണത്തിലും അവൾ കണ്ണുവെച്ചിരുന്നു. പക്ഷെ അന്യമതസ്ഥരായിരുന്ന ഇവരുടെ വിവാഹത്തിന് മഹിയുടെ വീട്ടുകാർ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിവാഹശേഷം ഇവർ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി. പക്ഷെ അങ്ങനെ താമസം മാറിയപ്പോൾ അവർ തന്റെ ഒപ്പം തന്റെ ഫാമിലിയും കൂട്ടി. അതായത് സോനയുടെ അച്ഛനും അമ്മയും സഹോദരിയും. ആ അച്ഛനും അമ്മയ്ക്കും പെൺമക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ആ കുടുംബത്തിൽ ജോലിക്ക് പോകുന്ന വേറെ ആരും ഉണ്ടായിരുന്നതുമില്ല. അച്ഛനും കൂലിപ്പണിക്കാരനായിരുന്നു. പക്ഷെ പ്രായാധിക്യം മൂലം അദ്ദേഹത്തിനും ജോലിക്ക് പോകാൻ പറ്റാതായി. അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലായിരുന്നത് കൊണ്ട് തന്നെ ആ കുടുംബത്തെയും കൂടെ നോക്കേണ്ട ബാധ്യത മഹി ഏറ്റെടുത്തു. ആ കുഞ്ഞിനോട് മഹിയുടെ മുമ്പിൽ വെച്ച് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ സോന വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. മഹിയുടെ പ്രശസ്തി കൂടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അവർ വീഡിയോകൾ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഈ കുടുംബം സ്നേഹം നിറഞ്ഞ കുടുംബമായി എല്ലാവരുടെയും മുമ്പിൽ അവതരിച്ചു. കുഞ്ഞിനോടുള്ള സോനയുടെ സ്നേഹവും വാത്സല്യവും കണ്ട ജനങ്ങൾ സ്വന്തം കുഞ്ഞല്ലായിരുന്നിട്ട് കൂടി അവനെ അത്രയും നോക്കുന്നതിൽ അവളുടെ നല്ല മനസ്സിനെ വാനോളം പുകഴ്ത്തി. എന്നിരുന്നെങ്കിലും കൂടുതൽ പ്രശസ്തിയാവാനും സമ്പത്തിനോടുമുള്ള ആഗ്രഹം സോനയെ കൂടിക്കൂടി വന്നു. താൻ വലിയൊരാളാവുന്ന ഒരു അവസരത്തിനു വേണ്ടി അവൾ കാത്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ ചെറിയ ചെറിയ സ്റ്റോറികളും ഷോർട്ട് ഫിലിമും ഒക്കെയായിട്ട് അവരങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ അതൊന്നും വേണ്ടത്ര സക്സസ് ആയൊന്നുമില്ല കേട്ടോ. ഇതിനിടെ സോന ഗർഭിണിയായി. അവൾക്കൊരു ആൺകുഞ്ഞും കൂടി ഉണ്ടായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവളെ ഡിപ്രഷൻ ബാധിച്ചു. കാരണം താൻ ആഗ്രഹിച്ച പോലെ പ്രശസ്തയാകണമെന്ന ആഗ്രഹം സാധിച്ചുമില്ല. ഒരു കുഞ്ഞിനെ കൂടി നോക്കേണ്ട അവസ്ഥ കൂടെ വന്നു. അങ്ങനെ അവൾ ഡിപ്രഷനിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ അവൾക്ക് ആദ്യത്തെ കുഞ്ഞിനോട് പ്രത്യേകിച്ച് സ്നേഹമോ താല്പര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനോട് മാത്രമല്ല മഹിയോടും ദിവ്യമായ ഒരു പ്രണയമൊന്നും സോനയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും പ്രശസ്തയാവണമെന്നുള്ളതാണ്. സ്റ്റാർഡ് നിറഞ്ഞ ഒരു ലൈഫ് മാത്രമായിരുന്നു അവൾ സ്വപ്നം കണ്ടത്. അതിനിടയിൽ ഗർഭിണിയായതോടുകൂടി അവളെ ഡിപ്രഷനും ബാധിച്ചു. തന്റെ സ്വപ്നങ്ങൾ നടക്കാതെ പോകുമോ എന്ന് അവൾ ഭയപ്പെട്ടു. അവളുടെ ആദ്യത്തെ കുഞ്ഞിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വന്നു തുടങ്ങി. മഹി ആ കുഞ്ഞിന്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അവന് വേണ്ടി പണം ചെലവഴിക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടാതെയായി. തന്റെ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ മുഴുവൻ കൺട്രോളും അവളുടെ കയ്യിലായി. ആ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞ് വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിച്ചു തുടങ്ങി. മഹി തന്റെ മദ്യപാനവും കൂട്ടുകെട്ടും തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് കടങ്ങളും ബാധ്യതകളും കൂടിക്കൂടി വന്നു. എന്നിരുന്നാലും അവനോടുള്ള ആരാധകരുടെ സ്നേഹവും കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവന് കൂടുതൽ കൂടുതൽ വർക്കുകളും കിട്ടിത്തുടങ്ങി. അതോടുകൂടെ ചെലവുകളും കൂടുതൽ തുടങ്ങി. കിട്ടുന്നതിൽ കൂടുതൽ അവർ ആർഭാട ജീവിതത്തിനായി ചെലവഴിച്ചു. ആവശ്യഘട്ടത്തിൽ പണം കൊടുത്ത് സഹായിച്ചവരെ ഒന്നും തിരിച്ചു സഹായിക്കാതെയായി. ആ പണം അവർ തിരിച്ചു ചോദിക്കുമ്പോൾ അവരെ ആട്ടിപ്പായിച്ചു. സോഷ്യൽ മീഡിയയിൽ ആ കുടുംബത്തിനുള്ള പ്രശസ്തി കൊണ്ട് തന്നെ പണം തിരിച്ചു ചോദിക്കുന്നവരെ അവർ മോശക്കാരായി ചിത്രീകരിച്ചു. അങ്ങനെ കാലം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ മഹി ഒരു വർക്കിന്റെ ആവശ്യത്തിനായി കുറച്ച് ദൂരത്തേക്ക് പോയി. പിന്നീട് രാത്രി കൂട്ടുകാരുമായി സമയം ചെലവഴിച്ചു. ചെറുതായിട്ട് മദ്യപിച്ചു. അതുകൊണ്ട് തന്നെ മഹി കൂട്ടുകാരും പിറ്റേ ദിവസം തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. സോനയെ വിളിച്ച് നാളെ വരാമെന്ന് മഹി പറഞ്ഞു. പക്ഷെ അവൾ സമ്മതിച്ചില്ല. ഇന്ന് തന്നെ വരണമെന്ന് അവൾ വാശി പിടിച്ചു. അത് മഹിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടോ. കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കാൻ സോനയ്ക്ക് മടിയായിരുന്നു. തന്നെയുമല്ല അവൻ മാത്രം കൂട്ടുകാരോടൊപ്പം സന്തോഷമായിട്ടിരിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആ രാത്രി തന്നെ അവൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കൂട്ടുകാരുമായി വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പക്ഷെ പ്രതീക്ഷിക്കാതെ അവരുടെ വണ്ടി ആക്സിഡന്റ് ആയി. വണ്ടി നേരെ പുഴയിലേക്ക് മറിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും മറ്റു വാഹനത്തിൽ വന്നവരുമൊക്കെ സഹായത്തിനെത്തി. എല്ലാവരെയും കരയിലെത്തിച്ചെങ്കിലും മഹിയുടെ മാത്രം തലയ്ക്കായിരുന്നു അപകടം പറ്റിയത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മഹി അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. രാവിലെ ഉറക്കമുണർന്ന സോന വീട്ടിൽ ആൾക്കാർ നിൽക്കുന്നതും തുടരെ തുടരെയുള്ള ഫോൺ വിളികളും ഒക്കെ കേട്ടപ്പോൾ ആകെ എന്തോ പന്തികേട് തോന്നി. വീട്ടിലുള്ളവർ അവളോട് മഹിക്കൊരു ആക്സിഡന്റ് നടന്നെന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അവൾക്ക് മനസ്സിലായി ആള് മരിച്ചു എന്നുള്ളത്. എന്തൊക്കെയാണെങ്കിലും തങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഒരാള് തന്റെ കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചു പോയതിൽ അവൾക്ക് ആകെ അങ്കലാപ്പായി. ഇനി എന്ത് ചെയ്യും മുമ്പോട്ട്? ഇനി മുമ്പോട്ട് എങ്ങനെ ജീവിക്കും?
കടവും കടത്തിനുമേൽ കടവുമൊക്കെയായി അവൾ ജീവിതം മുന്നോട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നോക്കി ഭയപ്പെട്ടു. പക്ഷെ സമൂഹത്തിൽ മഹിയുടെ മരണത്തോടെ തന്റെ നേരെ വലിയൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്തത് അവൾ അറിഞ്ഞു. അങ്ങനെ അവൾ അതിലൊരു സാധ്യത കാണുകയാണ്. തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഇതൊരു അവസരമായി അവൾ കരുതി. മഹിയുടെ കൂട്ടുകാരെ, കലാകാരന്മാരായ പ്രശസ്തരായ കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചു. അവർ കൈയഴിഞ്ഞ് അവളെ സഹായിച്ചു. അവനോടുള്ള സ്നേഹം കൊണ്ട് അവർക്ക് അവളോട് ഒരു സിമ്പതി തോന്നി. പക്ഷെ അവളുടെ മനസ്സിൽ മറ്റു പല ചിന്തകളും ഉണ്ടായിരുന്നു. അവൾ മറ്റു പലതും കണക്ക് കൂട്ടുകയായിരുന്നു. അവൾ തന്റെ ലക്ഷ്യം എങ്ങനെ നടപ്പിലാക്കാമെന്ന് പ്ലാൻ ചെയ്തു തുടങ്ങി. അങ്ങനെ ചാനലുകളിലും TV ഷോകളിലുമൊക്കെ ഒരു വിധവയുടെ മുഖംമൂടി അണിഞ്ഞവൾ പങ്കെടുത്തു. മഹിയുടെ കൂട്ടുകാരെ വിളിച്ച് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും അവളുടെ വീഡിയോകൾ ചെയ്തു. അങ്ങനെ സോനയുടെ പേര് സമൂഹത്തിൽ പറഞ്ഞു തുടങ്ങി. എന്നാൽ സോന തങ്ങളെ യൂസ് ചെയ്യുകയാണെന്നുള്ളത് മഹിയുടെ കൂട്ടുകാർക്ക് മനസ്സിലായതുമില്ല. അവർ അവളോടുള്ള സിമ്പതിയുടെ പുറത്ത് തങ്ങളുടെ ചാനലുകളിൽ അവൾക്ക് വേണ്ടി സംസാരിച്ചു. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. ഒരു സിമ്പതി ഡയലോഗുകളായിട്ട് കുറച്ച് വീഡിയോകൾ നമ്മുടെ മുമ്പിൽ എത്തിയാൽ ആ വ്യക്തിയോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യവും സ്നേഹവും സിമ്പതി ഇഷ്ടവും ഒക്കെ തോന്നും. അപ്പം അതുതന്നെ സോനയ്ക്ക് ലഭിച്ച്. അതുകൊണ്ട് തന്നെ അവന്റെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വലിയൊരു തുക തന്നെ അവളുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു. അതുമാത്രമല്ല, മഹിയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് പലരിൽ നിന്നും സമാഹരിച്ച പണം കൊണ്ട് വലിയൊരു വീടും മഹിയുടെ മക്കളുടെ പേരിൽ പണിതു കൊടുത്തു. അങ്ങനെ സോനയ്ക്ക് ആവശ്യത്തിലധികം പണം ലഭിക്കുകയാണ്. ആവശ്യത്തിന് പണമുണ്ടായിട്ടും ജീവിത സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അവൾ ദരിദ്രരായ പാവം പിടിച്ചൊരു വിധവയുടെ മുഖംമൂടി അണിഞ്ഞു. അത് കൂടുതൽ സഹായങ്ങൾ ലഭിക്കാനും കൂടുതൽ പണം ലഭിക്കാനും മറ്റുള്ളവരുടെ സിമ്പതി കിട്ടാനും ഉപകരിക്കുമെന്ന് സോനയ്ക്ക് മനസ്സിലായി. പണം കുമിഞ്ഞുകൂടിയതിനൊപ്പം അഹങ്കാരം എന്ന തിന്മയും അവളുടെ തലയിൽ കൂടുതലായി കുമിഞ്ഞുകൂടി തുടങ്ങി. അങ്ങനെ പ്രായപൂർത്തിയായ ആ മൂത്ത മകൻ ആ വീട്ടിലെ എല്ലാവരുടെയും അവഗണനയും തിരസ്കരണവും സഹിക്കാൻ വയ്യാതെ പഠനത്തിനായി പുറത്തേക്ക് പോയി. അങ്ങനെ താൻ സ്വപ്നം കണ്ടതുപോലെ പണവും സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ആയപ്പോൾ അവൾ പിന്നീട് ആർഭാടമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് നമ്മുടെ ഭൂതം ഈ യുവതിയെ കണ്ടുമുട്ടുന്നത്. അഹങ്കാരം നിറഞ്ഞ ഈ യുവതി തന്റെ കൺട്രോളിലാകുമെന്ന് ഭൂതത്തിന് എളുപ്പം മനസ്സിലായി. എന്നിരുന്നാലും ആത്മാവ് സ്വമേധയാ തങ്ങളുടെ കൺട്രോളിൽ വന്നെങ്കിൽ മാത്രമേ ആ ഭൂതത്തിന് ആത്മാവിനെ സ്വന്തമാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ ആത്മാവിനെ സ്വന്തമാക്കാനായി ഭൂതം മറ്റു തന്ത്രങ്ങൾ ആലോചിച്ചു. പെട്ടെന്ന് തന്നെ ഭൂതത്തിന് അതിനുള്ള മാർഗവും കിട്ടി. അതാണ് പണം, പ്രശസ്തി, മയക്കുമരുന്ന്, അഹങ്കാരം. ഇതിലൂടെ ഒരു ആത്മാവിനെ തന്റെ കൺട്രോളിലാക്കാൻ കഴിയുമെന്ന് ഭൂതത്തിന് അറിയാമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ താരമാവുക എന്നുള്ളൊരു ചിന്ത മാത്രം ഭൂതം സോനയുടെ തലയിലേക്ക് കടത്തിവിട്ടു. അതിലൂടെ തനിക്ക് എല്ലാം നേടാൻ കഴിയുമെന്നുള്ളൊരു ചിന്ത മാത്രം കൊടുക്കേണ്ട ആവശ്യമേ ഭൂതത്തിനുണ്ടായുള്ളൂ. അങ്ങനെ ബാക്കി എന്ത് സംഭവിക്കുമെന്ന് കാണാൻ വേണ്ടി ഭൂതം അവളുടെ കൂടെ കൂടി. പിറ്റേ ദിവസം മറ്റൊരു നിർമ്മാതാവ് പേരാദി സോനയുടെ അടുത്തേക്ക് എത്തുകയാണ്. താൻ നിർമ്മിക്കുന്ന പുതിയ ഷോർട്ട് ഫിലിമിൽ സോനയ്ക്കൊരു അവസരം വാഗ്ദാനം ചെയ്തു. പാവം പിടിച്ച വിധവയിൽ നിന്നും മറ്റൊരു മുഖത്തോടുകൂടി പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചാൽ അത് വലിയ നെഗറ്റിവിറ്റിക്കും ട്രോളിനും കാരണമാകുമെന്ന് ആദിക്ക് അറിയാമായിരുന്നു. ആ നെഗറ്റിവിറ്റി, ആ ട്രോള്, അതുവഴി കൂടുതൽ റീച്ച് കിട്ടുമെന്നും അയാൾ മനസ്സിലാക്കി. അങ്ങനെ സോഷ്യൽ മീഡിയയുടെ നെഗറ്റിവിറ്റി ഉപയോഗിച്ച് പ്രശസ്തിയാവാൻ സോനയും ആദിയും തീരുമാനിച്ചു. അങ്ങനെ സോനയും ആദിയും ഒന്നിച്ച് ആദ്യ ആൽബം പുറത്തിറക്കി. വളരെ ചൂടൻ രംഗങ്ങൾ കൊണ്ട് നിറഞ്ഞ ആൽബം പെട്ടെന്ന് തന്നെ വൈറലായി. അതുവഴി സോനയും ആദിയും കൂടുതൽ കൂടുതൽ പ്രശസ്തരാവുകയും ചെയ്തു. ഇന്നത്തെ സമൂഹത്തിൽ ഏത് വിധേനയും പ്രശസ്തരായിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ബോണസാണ് ഉദ്ഘാടനങ്ങൾക്കും മറ്റും അവസരം കിട്ടുക, പ്രശസ്തമായിട്ടുള്ള കമ്പനികളുടെ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടുക, കൊളാബറേഷൻസ്, ഇന്റർവ്യൂകൾ, TV ഷോകൾ, ആ വഴി അവർക്ക് കിട്ടുന്ന കണക്കില്ലാത്ത പണം. സമൂഹത്തിനോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ചാനലുകളും സംഘടനകളുമാണ് ഇന്ന് നിലവിലുള്ളത്. യാതൊരു വിധത്തിലുള്ള നാണവും മാനവും വിറ്റ് പണമുണ്ടാക്കണമെന്ന് മാത്രം ലക്ഷ്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തിന് മുന്നിലേക്ക് അതേ മാനസികാവസ്ഥയിലുള്ള സോനയും ആദിയും എത്തിയപ്പോൾ അവർ പരസ്പരം കൈപിടിച്ച് മുന്നോട്ട് പോവുകയാണ്. അവരുടെ ആൽബങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം ആൾക്കാർ അവർക്കെതിരെ നെഗറ്റിവിറ്റി പറഞ്ഞു. പക്ഷെ അവരുടെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. ഇവരെ കൊണ്ട് അത് കാണിക്കുക, അവരുടെ സമയം എടുക്കുക. ആ കാണുന്നവർ തങ്ങളിൽ നഷ്ടപ്പെടുത്തുന്ന സമയത്തിന്റെ വില മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ വിലപ്പെട്ട സമയമാണ് ഇവരുടെ ചീഞ്ഞളിഞ്ഞ പ്രോഗ്രാമുകൾ കണ്ട് കളയുന്നത്. ആ സമയത്തിനാണ് അവർ പൈസ വാങ്ങുന്നത്. അങ്ങനെ ഒരു സമൂഹത്തെ മുഴുവൻ വിഡ്ഢികളാക്കി അവർ ജീവിക്കുകയാണ്. ഒരു വലിയ സമൂഹം അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം ഇത്തരത്തിലുള്ള ചീഞ്ഞളിഞ്ഞ മാനസികാവസ്ഥ നിറഞ്ഞ പ്രോഗ്രാമുകൾ കാണാൻ വേണ്ടി മാറ്റിവെക്കുന്നു. അതിനുവേണ്ടി അഭിപ്രായം പറയുന്നു. ആ സമയത്തിന്റെ വില,
അതെന്താണെന്ന് ഈ സമൂഹത്തിന് അറിയില്ല. പക്ഷെ സോനയ്ക്കും ആദിക്കും അത് കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെ സോനയെ മാത്രം ലക്ഷ്യം വെച്ചിറങ്ങിയ ഭൂതത്തിന് വമ്പൻ ലോട്ടറിയാണ് അടിച്ചത്. ഒരുപാട് സമൂഹം അവരുടെ പ്രോഗ്രാംസ് കാണാൻ വേണ്ടി അവരുടെ കണ്ണും കാതും ചിന്താശേഷിയും നാവും ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഒരാളെ പ്രതീക്ഷിച്ചു വന്ന ഭൂതത്തിന് ഒരു കൂട്ടം സമൂഹത്തെ, വളരെ വലിയ കൂട്ടം സമൂഹത്തെ തന്നെ നേടാനായി. അങ്ങനെ സോന തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തിനും ഏതിനും അവൾ പറഞ്ഞിരുന്ന മഹിയുടെ പേര് പിന്നെ ഒരു ബാധ്യതയായി അവൾക്ക് തോന്നി തുടങ്ങി. അവൾ സ്വന്തം പേര് മഹിക്ക് മുകളിൽ വെച്ചു. തന്റെ കഴിവുകൊണ്ടാണ് താൻ ഇവിടം വരെ എത്തിയതെന്ന് അവൾ സ്ഥാപിച്ചു. തന്നെ മുമ്പ് സഹായിച്ചിരുന്നവരെയൊക്കെ ഒരു ബാധ്യതയായി സോനയ്ക്ക് തോന്നി തുടങ്ങി. പതുക്കെ പതുക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അവൾ അവരിൽ നിന്നൊക്കെ അകന്നു. മാത്രമല്ല തന്റെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് തനിക്കെതിരെ സംസാരിക്കുന്നവരെയൊക്കെ മോശക്കാരായി ചിത്രീകരിക്കാനും തുടങ്ങി. സോന തന്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരുന്നു. പണം സമ്പാദിക്കാനായി എത്ര മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും സോന തയ്യാറായി. തന്റെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയകളിലും അശ്ലീല സൈറ്റുകളിലും വന്നു തുടങ്ങി. പക്ഷെ സോനയ്ക്ക് അതൊന്നും പ്രശ്നമേ ആയിരുന്നില്ല. അവൾ വളരെയധികം പ്രശസ്തിയായി. ധാരാളം പണം അവളുടെ കയ്യിൽ വന്നു തുടങ്ങി. അതോടുകൂടി അവൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനും തുടങ്ങി. തന്നെപ്പറ്റി മോശം പറയുന്നവരെ, തന്നെ ഉപദേശിക്കുന്നവരെ, തന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയൊക്കെ അവൾ വെറും നികൃഷ്ട ജീവികളും വില കുറഞ്ഞവരുമായി കണ്ടു. അവരെ അവൾ പുച്ഛിക്കാൻ തുടങ്ങി. അവരോടൊക്കെ പുച്ഛവും വെറുപ്പും വിദ്വേഷവും ഉളവാക്കുന്ന വാക്കുകൾ അവൾ പരസ്യമായി വന്നു പറഞ്ഞു തുടങ്ങി. കാലം മുമ്പോട്ട് പോയി. ഭൂതത്തിന് സോനയുടെ ആത്മാവിനെ പൂർണ്ണമായും കൺട്രോളിലാക്കാനായി. സോനയുടെ മാത്രമല്ല, അവൾ വഴി ഒരുപാട് ആൾക്കാരുടെ ആത്മാക്കളെ നേടാൻ ആ ഭൂതത്തിനായി. അങ്ങനെ പെട്ടെന്നൊരു ദിവസം സോന തലമറിഞ്ഞു വീഴുകയാണ്. കുറെ സമയങ്ങൾക്ക് ശേഷം സോന കണ്ണു തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. തന്റെ മുമ്പിൽ രണ്ട് ഭൂതങ്ങൾ നിൽക്കുന്നു. ഒരു ഭൂതത്തിന്റെ കൂടെ മരിച്ചുപോയ തന്റെ മഹിയുമുണ്ട്. പെട്ടെന്ന് സോന ചുറ്റും നോക്കി. അതാ കട്ടിലിൽ തന്റെ ശരീരം കിടക്കുന്നു. അപ്പോഴാണ് സോനയ്ക്ക് മനസ്സിലായത് തന്റെ ജീവൻ ശരീരത്തിൽ നിന്ന് വേർവിട്ടിരിക്കുന്നു എന്ന്. പെട്ടെന്ന് ഭയവും ആദിയും സോനയെ പിടികൂടി. എന്താണ് സംഭവിക്കുന്നതെന്ന് സോനയ്ക്ക് മനസ്സിലായില്ല. സോന മഹിയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ? അപ്പോൾ മഹി സോനയോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടപ്പോൾ എന്റെ ജീവിതചര്യങ്ങൾ കൊണ്ട് ഈ നിൽക്കുന്ന ലഹരിയുടെ ഭൂതത്തിന്റെ പിടിയിലായിരുന്നു ഞാൻ. ഇവിടെ നിന്ന് എനിക്ക് ഒരിക്കലും ഇനി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലായി. പക്ഷെ എന്റെ ഭാര്യയും മക്കളും നന്നായി ജീവിക്കണമെന്നും നല്ല സ്ഥലത്ത് എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ കൂട്ടുകാരും നാട്ടുകാരും നിങ്ങളെ സഹായിക്കുന്നത് കണ്ട് നിങ്ങളെങ്കിലും നന്നായി രക്ഷപ്പെടുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നീ എന്നെ ചതിച്ചു. എന്റെ മൂത്ത മോൻ എന്നേക്കാൾ ലഹരി ഉപയോഗിക്കുന്നവനായി മാറി. നിന്റെ അഴിഞ്ഞാടിയുള്ള ജീവിതത്തിനിടയിൽ എന്റെ ഇളയ മോനെ നീ നോക്കിയില്ല. അവനും അതേ വഴി തന്നെ പിന്തുടരുകയാണ്. എന്റെ വീട്ടുകാർക്കും നിന്റെ വീട്ടുകാർക്കും നാട്ടുകാരുടെ മുമ്പിൽ തലകുനിച്ച് ജീവിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കി. അവരുടെ എല്ലാം ശാപം എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി മുതൽ നിന്റെ ചെവികളിലും ഞാൻ കേൾക്കുന്നതിലും 100 ഇരട്ടിയായി അവ എത്താൻ തുടങ്ങും. അഹങ്കാരിയായ സോന മഹിയോടും ഭൂതങ്ങളോടും തർക്കിക്കാൻ തുടങ്ങി. നിങ്ങൾ ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. അതെന്റെ ഇഷ്ടമാണ്. അപ്പോൾ ഭൂതം പറഞ്ഞു, ഇതുവരെ എല്ലാം നിന്റെ ഇഷ്ടമായിരുന്നു. പക്ഷെ നിനക്ക് നന്നായി ജീവിക്കാനുള്ള പണവും സാഹചര്യവും അവസരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് നീ തിരഞ്ഞെടുത്ത മദ്യത്തിന്റെയും ലഹരിയുടെയും അഴിഞ്ഞാട്ടത്തിന്റെയും മാർഗമാണ്. അത് ഞങ്ങളുടെ മാർഗമാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ രീതികളാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നിന്റെ ഈ ആത്മാവ് ഞങ്ങൾക്ക് സ്വന്തമാണ്. പെട്ടെന്ന് ഭൂതം തന്റെ കയ്യിലിരുന്ന ഒരു ചങ്ങല സോനയുടെ കഴുത്തിലേക്ക് ഇട്ടു. അങ്ങനെ സോനയും കൊണ്ട് ഭൂതങ്ങൾ അവളുടെ ലോകത്തേക്ക് പോയി. ധാർഷ്ട്യവും പുച്ഛവും എല്ലാം ഇല്ലാതായി ഭയത്താൽ അവൾ മൂടി. പെട്ടെന്ന് ഒരു വലിയ സ്ക്രീൻ അവളുടെ മുമ്പിൽ തെളിഞ്ഞു വന്നു. അതോടൊപ്പം മനോഹരമായ ഒരു നാദവും ദൂരെ നിന്ന് കേൾക്കാൻ തുടങ്ങി. അവൾ ആ മനോഹരമായ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കുറെ മാലാഖമാർ. അവരും അവളുടെ ആത്മാവിന് വേണ്ടി വന്നതാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. പെട്ടെന്ന് അതിലൊരു മാലാഖ പറഞ്ഞു, ആ കുഞ്ഞുങ്ങളെ കുറെ കാലം സോന നോക്കി. അതുകൊണ്ട് ഇവളുടെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണം. സോനയ്ക്ക് സന്തോഷമായി. അവൾ കൃതജ്ഞതയോടെ ആ മാലാഖമാരെ നോക്കി. പക്ഷെ ആ മാലാഖമാരുടെ മുഖം മ്ലാനമായിരുന്നു. പെട്ടെന്ന് തന്നെ ഭൂതം മാലാഖമാരോട് പറഞ്ഞു, അതെന്തു നീതി? തെറ്റും ശരിയും കണക്ക് കൂട്ടിയാണ് ആത്മാവിനെ ആർക്കാണെന്ന് തീരുമാനിക്കേണ്ടത്. ഇവൾ ഒരിക്കലും കരുണയുടെ മാർഗം പോയവളല്ല. ദൈവത്തിന്റെ കരുണ അർഹിക്കുന്നവളുമല്ല. അവൾ അതിനുവേണ്ടി യാചിച്ചിട്ടുമില്ല. അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നീതിയുടെ വിധി അനുസരിച്ച് ഇവളുടെ ആത്മാവ് ആർക്കാണെന്ന് തീരുമാനിക്കപ്പെടും. പെട്ടെന്ന് മാലാഖമാർ സ്ക്രീനിൽ അവൾ ചെയ്ത നന്മകളൊക്കെ കാണിക്കാൻ തുടങ്ങി. പക്ഷെ അവൾ ചെയ്ത നന്മകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ സ്ക്രീനിലെ കാഴ്ചകൾ അവസാനിക്കുകയും ചെയ്തു. പിന്നീട് ഭൂതങ്ങളുടെ അവസരമായിരുന്നു. ഭൂതങ്ങൾ അവൾ ചെയ്തു കൂട്ടിയ തിന്മകളും അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ
നിന്ദ, ആക്ഷേപം, അഴിഞ്ഞാട്ടം, ലഹരി ഉപയോഗം, പണത്തിനോടുള്ള ആർത്തി, അതിലുപരി ഒരു സമൂഹത്തെ മുഴുവൻ വിഡ്ഢികളാക്കിയും അവരുടെ വിലപ്പെട്ട സമയം തിന്മ കാണിക്കാൻ വേണ്ടി മാറ്റിവെക്കാനുള്ള അവസരമുണ്ടാക്കിയതും കാണിച്ചു കൊടുത്തു. അപ്പോൾ മാലാഖമാർ നിരാശയോടുകൂടി അവിടെ നിന്നും മടങ്ങി. ഭൂതങ്ങൾ അവളെയും കൊണ്ട് തീ കെടാത്തതും പുഴു ചാകാത്തതുമായ നരകത്തിലേക്ക് പോയി. പിന്നീട് അവൾ ജീവിതകാലത്ത് ചെയ്തിരുന്ന തിന്മകളൊക്കെ ഭൂതങ്ങൾ അവളെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാൻ തുടങ്ങി. അവിടെ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളൊരു നിരാശയും കുറ്റബോധവും അമർഷവും പല്ലുകടിയും വേദനയും മാത്രമായിരുന്നു മിച്ചം. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. സോനയ്ക്കിനി ഒന്നും വരാനില്ല മുമ്പോട്ട്. അങ്ങനെ തന്നെ അനന്തകാലത്തോളം ഇത് മാത്രം. ഇങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? പക്ഷെ ഇതോടുകൂടി നമ്മുടെ ഭൂതം നരകത്തിൽ കീറുകയായിട്ടോ. ഭൂതത്തിനൊരു പേരും കിട്ടി, സോഷ്യൽ മീഡിയ ഭൂതം. സോഷ്യൽ മീഡിയ ഭൂതം ഇന്നും നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മുടെ ആത്മാക്കളെ അതിന്റെ കൺട്രോളിലാക്കാൻ.